أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أوزان الأفعال المزيدة مزيدة ഫിഅലുകളുടെ വസ്നുകൾ. الثلاثي المزيد فيه നമ്മുടെ ثلاثي مزيد فيه على ثلاثة أقسام മൂന്ന് ഇനങ്ങളുടെ മേൽ ആണ്. അൽ അവൽ ഒന്നാമത്തെ ഇനം മാ കാന മാദിഹി അർബഅത്ത് അഹ്റഫ്, മാദി നാലക്ഷരം ഉള്ള ഒരു കൂട്ടം ഫിഅലുകൾ. അത് അലാ വസ്നി അഫ്അല, അഫ്അല വസ്നിന്റെ മേലാണ് ഉണ്ടാവുക. നഹ്വ അക്രമ യുക്രിമു ഇക്റാമൻ ഫഹുവ മുക്രിമുൻ വ ഉക്രിമ യുക്റമു ഇക്റാമൻ ഫഹുവ മുക്റമുൻ. അൽ അംറു മിൻഹു അക്രിം ലിയുക്രിം ലിയുക്റം വന്നഹിയു ലാ തുക്രിം ലാ യുക്രിം ലാ യുക്റം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു തസ്രീഫ്. അതുപോലെ ഫഅല, അക്രമ എന്ന് പറഞ്ഞാൽ ബഹുമാനിച്ചു എന്നൊരർത്ഥം ആണുള്ളത്. അപ്പം ഒരു സംഗതി കെറുമ മാന്യനായി, ബഹുമാന്യനായി എന്നൊരർത്ഥം. അപ്പോൾ ബഹുമാനിച്ചു എന്നൊരർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് അക്രമ എന്നാക്കിയത്. ഒരു ലാസിമായ ഫിഅലിനെ മുതഅദ്ദിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ അഫ്അല വസ്നിലേക്ക് നമ്മൾ ആ ഫിഅലിനെ കൊണ്ടുപോവുക. അതുപോലെ ഫഅല فرح يفرح تفريحا فهو مفرح، فرح يفرح تفريحا فهو مفرح. الأمر منه فرح ليفرح ليفرح، والنهي لا تفرح لا يفرح لا يفرح. فرح എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിച്ചു എന്നാണ് അർത്ഥം. ഫരിഹ എന്ന് പറഞ്ഞാൽ സന്തോഷവാനായി. ഈ ലാസിമിന്റെ അർത്ഥം മുതഅദ്ദിയിലേക്ക് മാറ്റുമ്പോൾ ഫറഹ എന്നാക്കുകയാണ്. ഫരിഹ സന്തോഷവാനായി. അപ്പോൾ ആ ഫിഅലിന് ഫാഇൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫാഇൽ മാത്രമുള്ള ഫിഅലിനാണ് നമ്മൾ ലാസിം എന്ന് പറയാം. ഫാഇലും മഫ്ഊലും ബിഹി ഉള്ള ഫിഅലിനാണ് മുതഅദ്ദി എന്ന് പറയാം. ഫാഇൽ മാത്രമുള്ള ഫിഅലിനെ മഫ്ഊലും ബിഹിയും കൂടിയുള്ള ഫിഅലാക്കി മാറ്റുക, ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫരിഹനെ ഫറഹ എന്നാക്കി മാറ്റുന്നത്. വേറെയും അർത്ഥതലങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത കിതാബ് ലാമിയത്തുൽ അഫ്ആലിന്റെ ശറഹിൽ നമുക്ക് വളരെ വിശാലമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അടുത്തതായിട്ട് ഫാഅലയാണ്. ഖതല കൊന്നു എന്നാണ് അർത്ഥം. ഖാതല എന്ന് പറഞ്ഞാലോ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു, കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളൊരർത്ഥം ആണ്. ഖാതല യുഖാതിലു മുഖാതലതൻ വഖിതാലൻ വഖീതാലൻ ഫഹുവ മുഖാതിലുൻ, യോദ്ധാവ് എന്നൊക്കെ അർത്ഥം വരും, യുദ്ധം ചെയ്യുന്ന ആൾ. വഖൂതില യുഖാതലു മുഖാതലതൻ വഖിതാലൻ വഖീതാലൻ ഫഹുവ മുഖാതലുൻ. الأمر منه قاتل، أمر حاضر. ليقاتل أمر غائب. لتقاتل لا ليقاتل أمر غائب مجهول. لا تقاتل نهي حاضر معروف. لا يقاتل لا يقاتل. لا تقاتل അങ്ങനെയും പറയാം. لا تقاتل നീ യുദ്ധം ചെയ്യപ്പെടരുത് എന്നർത്ഥത്തിൽ. الثاني فهي إذا ثلاثة أبواب. അപ്പോൾ ഈ സുലാസി മസീദ് ഫീഹി ഒരു ഹർഫ് കൊണ്ട് സായിദിയാക്കപ്പെട്ട നാലക്ഷരം ഉള്ള ഈ സുലാസി മസീദ് ഫീഹി സലാസത്തു അബ്വാബിൻ, മൂന്ന് ബാബുകൾ ആണ്. ഒന്ന് അൽ ഇഫ്ആലു, ഇഫ്ആൽ ബാബാണ്, അഫ്അല യഫ്അലു ഇഫ്ആൽ. രണ്ടാമത്തെ തഫ്ഈലു, തഫ്ഈൽ ബാബാണ്, ഫഅല യഫ്അലു തഫ്ഈൽ. മൂന്നാമത്തെ മുഫാഅലത്ത് ബാബാണ്, ഫഅല യഫ്അലു മുഫാഅലത്ത്. അസ്സാനി രണ്ടാമത്തത് മാക്കാന മാദിഹി അല ഖംസത്തി അഹ്റുഫിൻ, മാദി അതിൻ്റെ മാദി അഞ്ചക്ഷരത്തിൻ്റെ മേൽ നിലകൊള്ളുന്നതായിരിക്കുന്നു. അങ്ങനത്തെ ഒന്നാണ് രണ്ടാമത്തത്. വഹുവ അത് ഇമ്മ അൻ യകൂന അവ്വലുഹു അത്താ, ഒന്നിരിക്കൽ അതിൻ്റെ തുടക്കം താ ആയിരിക്കലാണ്. അലാ വസ്നി, അത് അലാ വസ്നി തഫഅല, തഫഅല വസ്നിൻ്റെ മേൽ ആണ് ഉണ്ടാവുക. ഉദാഹരണം തകസ്സറ യതകസ്സറു തകസ്സുറൻ, തകസ്സറ يتكسر تكسرا فهو متكسر. ഇങ്ങനെ الأمر منه تكسر എന്നർത്ഥം. കസ്സറ ഫതകസ്സറ, കസ്സറ കസ്സർതു ഞാൻ പൊട്ടിച്ചു, ഫതകസ്സറ അപ്പോൾ അത് പൊട്ടി എന്നർത്ഥം. അതുപോലെ തഫാഅല തബാഅദ യതബാഅദു തബാഉദ, വളരെ വിദൂരത്തായി എന്നൊരർത്ഥം. തബാഅദ യതബാഅദു തബാഉദൻ ഫഹുവ മുതബാഇദുൻ.
وتبوعد يتباعد تباعدا فهو متباعد الأمر منه تباعد ليتباعد ليتباعد والنهي لا تتباعد لا يتباعد لا يتباعد ഇങ്ങനെ وإما أن يكون أوله الهمزة അല്ലെങ്കിൽ അതിൻ്റെ അവൽ ആയിരിക്കും ഹംസ ആയിരിക്കും അത് അലാ വസ്നി ഇൻഫഅല ഇൻഫഅല വസ്നിന്റെ മേലാണ് വരിക നഹ്വ ഖതഅ യൻഖതിഉ ഇൻഖിതാഅൻ ഇങ്ങനെ فهو منقطع قطع മുറിച്ചു ഇൻഖതഅ മുറിഞ്ഞു ലാസിമിന്റെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻഫഅല വസ്നിലേക്ക് മാറ്റിയിട്ടുള്ളത് ലിയൻഖതിഅ എന്നാണ് ഇതിന്റെ അംറ ഗായിബ് ഉണ്ടാകുക ഇതിന് എന്തുണ്ടാവില്ല മജ്ഹൂൽ സാധാരണഗതിയിൽ ഉണ്ടാവില്ല ലാ തൻഖതിഅ നീ മുറിയരുത് ലാ യൻഖതിഅ അവൻ മുറിയരുത് ഇങ്ങനെയൊക്കെ വരും അടുത്തതായിട്ട് ഇഫ്തഅല നഹു ഇജ്തമഅ ഒരുമിച്ച് കൂടി എന്നൊരർത്ഥം ഇജ്തമഉ ഇജ്തിമാഅൻ വഹുവ മുജ്തമിഉൻ അടുത്തതായിട്ട് ഇഹ്മറ ഇഫ്അല്ല അല്പാൽപമായി ചുവന്നു എന്നൊരർത്ഥം ഹമറ നിറ ചുവന്നു ഇഹ്മറ നിറ അല്പാൽപമായി ചുവന്നു എന്നൊരർത്ഥമാണ് അല്പാൽപമായി ഒരു സംഗതി അല്പാൽപമായി സംഭവിച്ചു എന്നൊരർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇഫ്അല്ല വസ്ൻ സാധാരണ പ്രയോഗിക്കുക ഇതിൻ്റെ ഉപയോഗരീതിയും ഉദാഹരണങ്ങളും ഒക്കെ ഇൻഷാ അള്ളാഹ് അടുത്ത ലാമിയത്തുൽ അഫ്ആലിൻ്റെ ഷറഹിൽ ഷെയ്ഖ് ആദമുൽ നമ്മളെ അമീനുൽ ഹറവിയുടെ ഷറഹിൽ ഇൻഷാ അള്ളാഹ് വളരെ വിശാലമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു സംഗതി ഇവിടെ നമ്മളിങ്ങനെ സമയം മെനക്കെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി നമ്മളങ്ങനെ പോവുകയാണ് ഫഹിയ ഇദൻ ഖംസത്തു അബ്വാബ് അപ്പോൾ ഈ സുലാസി മസ്ജിദ് ഫിഹി 5 അക്ഷരം ഉള്ള സുലാസി മസ്ജിദ് ഫിഹി എന്താണ് 5 ബാബുകളാണ് ഒന്ന് തഫഅുൽ ബാബ് തഫഅല യതഫഅലു തഫഅുൽ രണ്ട് തഫാഉൽ ബാബ് തഫഅല യതഫഅലു തഫാഉൽ മൂന്നാമത്തെ ഇഫ്തിആൽ ഇഫ്തഅല യഫ്തഇൽ ഇഫ്തിആൽ നാലാമത്തെ ഇൻഫിആൽ ഇൻഫഅല യൻഫഅൽ ഇൻഫിആൽ അഞ്ചാമത്തത് ഇഫ്അല യഫ്അലു ഇഫ്ഇലാൽ ഇങ്ങനെ 5 ബാബുകളാണ് ഇത് കാണാതെ പഠിക്കണം കേട്ടോ നേരത്തെ നമ്മൾ വിശാലമായിട്ട് പഠിച്ച സംഗതി ഇനി ഷോർട്ടാക്കിയതാണ് നമ്മളിപ്പോൾ അവിടെ ഈ ഷോർട്ട് നമ്മുടെ തലയിൽ വേണം അങ്ങോട്ട് അതിൽ നിന്ന് ആ വിശാലമായ സാധനങ്ങൾ എടുക്കാൻ കഴിയണം അപ്പം ഇഫ്ഇലാൽ കിട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ഇഫ് അല്ല ആണ് അതിൻ്റെ മാതി ഇഫ് അല്ല ഇഫ് അല്ല ഇഫ് അല്ലു ബാക്കി ഇഫ് അലൽന അങ്ങനെ അതിൻ്റെ മാതിയും അതിൻ്റെ മുലാരിയും നമ്മൾ മറ്റേ കിതാബിൽ മുമ്പ് പഠിച്ച കിതാബിൽ ക്ലിയർ ആക്കിയതുപോലെ ഇവിടെയും ആ ക്ലാരിറ്റി വേണം അത് ഇല്ലാത്ത ഭാഗങ്ങൾ അവിടെ പോയിട്ട് ഒന്നും കൂടി ക്ലിയർ ചെയ്യണം ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു പരീക്ഷ നടത്താത്തത് ഇയൊക്കെ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ പഠിച്ചാൽ മതി എന്ന് തോന്നലുകൊണ്ടാണ് വേറെ എൻ്റെ ഉസ്താദുമാർ എന്നോട് പെരുമാറിയത് അങ്ങനെയാണ് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ പഠിച്ചാൽ മതി എല്ലാന്നുണ്ടെങ്കിൽ ഇന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ഒന്നും പഠിക്കാം അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിച്ചത് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ട് നിൽക്കുന്നത് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരാളെ ബോധിപ്പിച്ചിട്ട് എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഇപ്പം നിലവിൽ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല ആകെയുള്ള ജനന സർട്ടിഫിക്കറ്റാണ് അത് ഞാൻ സമ്പാദിച്ചതുമല്ല അതിൻ്റെ ഒരു സമ്പാദ്യമല്ലല്ലോ ബാക്കിയൊരു സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലില്ല അസാലിസ് മൂന്നാമത്തത് മാക്കാന മാവിഹി അലാ സിത്തത്തി അഹ്റുഫി 6 അക്ഷരങ്ങളുടെ മേലാണ് അതിൻ്റെ മാവി അങ്ങനെയുള്ള ഒന്നാണ് നമ്മളെ മൂന്നാമത്തെ സെറ്റ് അത് അല വസ്നി ഇസ്തഫ്അല ഇസ്തഫ്അല വസ്നിന്റെ മേലാണ് ഇഫ് അല്ല ഇഫ് ഔ അല ഇഫ് അവല ഇങ്ങനെ എത്ര വസ്നുകൾ 1 2 3 4 വസ്നുകളുടെ മേൽ ഇസ്തഖ്റജ പുറപ്പെടുവിച്ചു പുറത്താക്കി എന്നർത്ഥമാണ് ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്നാണ് അർത്ഥം ഇസ്തഖ്റജ പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചു ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ ഇസ്തഖ്റജ വരും അതുപോലെ ആവശ്യപ്പെട്ടു പുറത്താക്കാൻ ആവശ്യപ്പെട്ടു എന്ന അർത്ഥത്തിൽ ഒക്കെ വരും ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടുക എന്നുള്ള അർത്ഥത്തിൽ ആ പ്രവൃത്തിക്ക് വേണ്ടി ശ്രമിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ വ്യത്യസ്ത അർത്ഥങ്ങളിൽ വരും ഇൻഷാ അള്ളാഹ് ഇതിനെക്കുറിച്ചും വിശാലമായ ചർച്ച ലാമിയത്തുൽ അഫ്ആലിന്റെ ശറഹിൽ വരും അടുത്തതായിട്ട് ഇഫ്ആലയാണ് ഇഹ്മാറ ഇഹ്മാറു ഇഹ്മീറാറൻ ഫഹുവ മുഹ്മാറുൻ الأمر منه إحمار ليحمار والنهي لا تحمار لا يحمار
അടുത്തതായിട്ട് ഇഫ് ഔ അല, ഇഫ് ഔ അല, ഇഅ്ശൗശബ, ഇഅ്ശൗശിബു, ഇഅ്ശീശാബൻ ഫഹുവ മുഅ്ശൗശിബ്. അടുത്തതായിട്ട് ഇഫ് അവല, ഇജ്ലവദ, യജ്ലവിദു, ഇജ്ലിവാദൻ, ഇങ്ങനെ ഫഹുവ മുജ്ലവിദുൻ. ഇങ്ങനെ ആണ് ഇതിന്റെ തസ്രീഫ് പോകുന്നത്. അൽഅംറു മിൻഹു ഇജ്ലവിദ് ലിയജ്ലവിദ് വന്നഹി ലാ തജ്ലവിദ് ലാ യജ്ലവിദ്. ഫഹിയ ഇദൻ അർബഅതു അബ്വാബ്. അപ്പോൾ ഇത് മൊത്തം ഫഹിയ, അപ്പോൾ ഈ ഫിഅലുകൾ ഇദൻ ഈ സന്ദർഭത്തിൽ അർബഅതു അബ്വാബിൻ, 4 ബാബുകളാണ്. ഇസ്തിഫ്ആൽ ബാബ്, ഇസ്തഫ്അല യസ്തഫ്ഇലു ഇസ്തിഫ്ആൽ, ഇഫ്ഔ ഇഫ്ആൽ യഫ്ആൽ ഇഫ്ഈലാൽ, ഇഫ്ഔ അല യഫ്ഔഇലു ഇഫ്ഈആൽ, ഇഫ്അവ്വല യഫ്അവ്വിലു ഇഫ്ഇവാൽ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഘടന ഉള്ളത്. ഇനി അർറുബാഇ, അർറുബാഇയുൽ മസീദു ഫീഹി, റുബാഇ മസീദ് ഫീഹിയാണ്. അർറുബാഇ, നമ്മൾ മസീദിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സുലാസി മസീദ് ഫീഹി കഴിഞ്ഞു. ഇനി റുബാഇ മസീദ് ഫീഹി. റുബാഇ മുജറദ് ഒരൊറ്റ വസ്നേനല്ലോ അല്ലേ, ദഹ്റജ ഫഅലല, ആ ഒറ്റ വസ്നേനല്ലോ റുബാഇ മുജറദ്. റുബാഇ മസീദ് ഫീഹിയോ അത് ഒറ്റ വസ്നല്ല. അംസലത്തുഹയുടെ ഉദാഹരണം തഫഅലലയാണ്. തദഹ്റജ യതദഹ്റജു തദഹ്റുജൻ ഫഹുവ മുതദഹ്റിജുൻ. അൽഅംറു മിൻഹു തദഹ്റജ് ലിയതദഹ്റജ് വന്നഹി ലാ തതദഹ്റജ് ലാ യതദഹ്റജ്. ഇതിന്റെ മജ്ഹൂൽ സാധാരണഗതിയിൽ വരലില്ല. അർത്ഥം ഡിക്ഷണറി പോയി നോക്കുക. ഇഫ്അല്ലല, ഇഹ്റഞ്ചമ, ഇഹ്റഞ്ചിമു, ഇഹ്റിഞ്ചാമൻ ഫഹുവ മുഹ്റഞ്ചിമുൻ. അൽഅംറു മിൻഹു ഇഹ്റഞ്ചിം ലിയഹ്റഞ്ചിം വന്നഹി ലാ തഹ്റഞ്ചിം ലാ യഹ്റഞ്ചിം. വയുൽഹഖു ബിഹി, ഈ ഇഫ്അല്ലല വസ്നിലുള്ള സുലാസി മസീദ് ഫീഹിയോട് ചേർക്കപ്പെടും ഇഖ്അൻസസ എന്ന ഇഫ്അല്ലല വസ്നിലുള്ള റുബാഇ മസീദ് ഫീഹിയോട് ചേർത്ത് പറയപ്പെടും ഇഫ്അല്ലല വസ്നിൽ, അതേ ഇഫ്അല്ലല വസ്നിൽ വരുന്ന ഇഖ്അൻസസ എന്ന സുലാസി മസീദ് ഫീഹി. ഇഫ്അല്ലല വസ്നിലുള്ള ഇഹ്റഞ്ചമ അത് റുബാഇ മസീദ് ഫീഹിയാണ്. കാരണം അതിന്റെ മുജറദ് എന്താണ്? ഹർജമ ആണ്. ഹർജമ, ഹർജമന്റെ അർത്ഥം എന്താ? ഹർജമ ഒരുമിച്ച് കൂട്ടുക. അപ്പൊ ഇഹ്റഞ്ചമ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടി എന്നർത്ഥം ഉണ്ടാകുക. അവിടെ വയുൽഹഖു ബിഹി ഇതിനോട് ചേർക്കപ്പെടും ഇഖ്അൻസസ, ഇഖ്അൻസസ എന്ന ഫിഅലിനെ ചേർത്ത് പറയപ്പെടും. ഈ ഇഖ്അൻസസന്റെ അസ്ൽ എന്താണ്? അടിസ്ഥാന രൂപം ഖഅസയാണ്. ഖഅസ സുലാസി മുജറദ് അല്ലേ, അത് ഇഖ്അൻസസ ആയപ്പം ഈ ഇഖ്അൻസസ പിന്നെന്താണ്? റുബാഇ മസീദ് ഫീഹിയാണ്, സുലാസി മസീദ് ഫീഹിയാണ്. സുലാസി മസീദ് ഫീഹിയാണ്. അടിസ്ഥാനപരമായിട്ട് 3 അക്ഷരമുള്ള ഫിഅലിൽ എക്സ്ട്രാ അക്ഷരങ്ങൾ വരുമ്പോൾ അത് സുലാസി മസീദ് ഫീഹിയാകും. അടിസ്ഥാനപരമായിട്ട് 4 അക്ഷരമുള്ള ഫിഅലിൽ എക്സ്ട്രാ അക്ഷരങ്ങൾ വരുമ്പോൾ അത് റുബാഇ മസീദ് ഫീഹിയാകും. ഇഹ്റഞ്ചമ റുബാഇ മസീദ് ഫീഹിയാണ്. കാരണം അതിന്റെ അസ്ല് ഹർജമയാണ്, അതിന്റെ മുജറദ് ഹർജമ ആണ്. അതിന് അടിസ്ഥാനപരമായിട്ട് 4 അക്ഷരമുണ്ട്. എന്നാൽ ഇഖ്അൻസസ ഖഅസയാണ് അതിന്റെ മുജറദ്. അപ്പൊ അത് ഇഖ്അൻസസ സുലാസി മസീദ് ഫീഹിയാണ്, ഇഹ്റഞ്ചമ റുബാഇ മസീദ് ഫീഹിയാണ്. പക്ഷേ ഈ ഇഖ്അൻസസ രൂപത്തിൽ ആരോട് സാദൃശ്യമുണ്ട്? ഈ ഇഹ്റഞ്ചമനോട് സാദൃശ്യമുണ്ട്. അപ്പൊ ഈ സാദൃശ്യം പരിഗണിച്ചിട്ട് ഈ ഇഹ്റഞ്ചമന്റെ കൂടെ ഈ ഇഖ്അൻസസനെ ചേർത്ത് പറയപ്പെടും എന്ന്. ഇപ്പൊ ഇഫ്അല്ലല വസ്നിൽ ആരൊക്കെ ഉണ്ട്? സുലാസി മസീദ് ഫീഹിയിൽ ഒരു വസ്നുണ്ട്. ഇഫ്അല്ലല വസ്നിൽ സുലാസി മസീദ് ഫീഹിയും വരും, റുബാഇ മസീദ് ഫീഹിയും വരും. അതെങ്ങനെ മനസ്സിലാക്കുക? അതിന്റെ മുജറദ് പോയി നോക്കിയിട്ടാണ് മനസ്സിലാക്കുക. ഇഫ്അലല്ല, ഇഖ്ശഅറ, ഇഖ്ശഅറ യഖ്ശഇറു ഇഖ്ശിറാറൻ ഫഹുവ മുഖ്ശഇറുൻ. ഇഖ്ശഅറ എന്ന് പറഞ്ഞാൽ രോമാഞ്ചം ഉണ്ടായി എന്നൊരർത്ഥം. രോമം എഴുന്നേറ്റ് നിന്നു എന്നൊക്കെ അർത്ഥം ഉണ്ടാവുക. അപ്പൊ എനിക്കൊന്ന് രോമാഞ്ചം ചെയ്യാം. രോമാഞ്ചം ഉണ്ടാവലെന്ന് പറഞ്ഞാൽ നല്ല ഭയം വരുന്ന സമയത്ത് മനുഷ്യന് രോമങ്ങളൊക്കെ അങ്ങനെ എടുത്തു നിൽക്കും. നല്ല ആവേശം തോന്നുന്ന സന്ദർഭത്തിൽ രോമങ്ങളൊക്കെ എടുത്തു നിൽക്കും. ആ ആവേശം പല രൂപത്തിലുള്ളതാവാം.
ഒരാളോടുള്ള ഒരു സെക്ഷൽ ഒരു അറ്റാച്ച്മെൻറ്റ് വൈഫിനോടൊക്കെ അങ്ങനെ തോന്നുന്ന സമയത്തൊക്കെ ആദ്യമൊക്കെ രോമാഞ്ചം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ആവേശമൊക്കെ തോന്നലുണ്ട്, പക്ഷെ രോമാഞ്ചം ഉണ്ടാവില്ല. രോമാഞ്ചം ഇപ്പോൾ കുറേ കാലമായി എനിക്ക് തന്നെ അങ്ങനെ തോന്നലുണ്ട്, അതുകൊണ്ട് സംഭവിക്കുന്നില്ല. ഇപ്പം പേടിക്കുമ്പോഴും ഇല്ല, ശക്തമായിട്ട് പേടിക്കുന്ന സമയത്തും ഇപ്പം എനിക്ക് രോമാഞ്ചം ഉണ്ടാവില്ല. അപ്പോൾ എന്തോ പ്രശ്നം ചിലപ്പോൾ പ്രായത്തിൻ്റെതാവാം. 39 വയസ്സൊക്കെ ആയി തുടങ്ങിയില്ല, ചിലപ്പോൾ അതുകൊണ്ടാവാം. മുമ്പ് പേടിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ രോമം അങ്ങനെ കുത്തനെ എഴുന്നേറ്റ് ഇപ്പം പോയി. അപ്പോൾ ഇതിനിടെ ഞാനൊരു ആനക്കാട്ടിൽ പെട്ടു ഒരു 2 വർഷം മുന്നേ. മുമ്പൊരു ആന അങ്ങനെ കുത്തനങ്ങനെ നിൽക്കുന്നുണ്ട്, ഞാനും അതിന് നേരെ ഓപ്പോസിറ്റിൽ നല്ല കൂറ്റി ഇരുട്ടത്ത്. പിന്നെ KSRTC-ക്കാർ പണി എന്നതാണ്, ഇരുളം ബസ് സ്റ്റോപ്പിൽ തന്നെ ഇറക്കണം എന്നവരോട് പറഞ്ഞതാണ്. രാത്രിയിൽ എനിക്ക് എന്ത് ഇരുളം, ഓല് പറയണ്ടേ, ഓല ബസ് സ്റ്റോപ്പിൽ ഇറക്കിയില്ല. പിന്നെ അടുത്ത ചീയമ്പം ബസ് സ്റ്റോപ്പിൽ വേറൊരാൾ ഇറങ്ങാനുണ്ട്. അപ്പോൾ ചീയമ്പം ഇല്ലി കയറുക. ലാസ്റ്റ് ഞാൻ അവിടെ ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഒരു 2 കിലോമീറ്ററിൻ്റെ മേലെ നടക്കാനുണ്ട് ഈ ഇരുളത്തേക്ക്. അപ്പം കാട്ടിൻ്റെ നടുവിലൂടെ നടന്നു പോകാനുള്ളത്. അപ്പം അങ്ങനെ കുറച്ച് ഭാഗങ്ങളിൽ ജനവാസ കേന്ദ്രമുണ്ട്. അപ്പോൾ ഒന്നൊക്കെയാണ് അവിടെ ഇരുട്ട് തന്നെയാണ്, ആളുകളൊന്നും ലൈറ്റൊന്നുമില്ല. നമ്മളെ അടുത്ത മാതിരി പുറത്ത് ലൈറ്റിട്ടൊക്കെ പരിപാടിയൊന്നും വനാണ്ടിരിക്കില്ല. അങ്ങനെ നടന്ന് കുറേ ആണ്ടെത്തിയപ്പോൾ നല്ല ശക്തിയായിട്ട് ആനൻ്റെ സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. ഞാനങ്ങനെ ജാഗരൂകനായി ചുറ്റും നോക്കി, ഓരോ ഉണ്ടാൾ. ആനയ്ക്ക് നമ്മളെ സ്മെല്ലും കിട്ടും, എന്തായാലും നേരെ വരും എന്നുള്ള ഉറപ്പാണ്. അപ്പം ഞാനിങ്ങനെ നോക്കി, ഇപ്പോൾ അടുത്തോടെയും കാണില്ല. അപ്പം എന്തായാലും അത്യാവശ്യം വിശാലതയുള്ള റോഡാണ്. ഒരു ആന അങ്ങനെ വരുന്ന സമയത്ത് എന്തായാലും സൗണ്ട് കേൾക്കും. പുലി വരുന്ന മാതിരിയല്ല, പതുങ്ങി വരുന്ന പുലി പറഞ്ഞാൽ നമുക്കറിയില്ല, കൗത്തിൽ കടി കിട്ടിയതിൻ്റെ ശേഷം മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെ പുലി വന്നാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനല്ലോ, ബാക്കിയൊക്കെ മൂപ്പര് ചെയ്തോളൂല്ലോ, നമ്മളാണ് നിന്ന് കൊടുത്താൽ മതി. അതും ബാക്കിലൂടെയാണ് ആക്രമണം വരിക. പുലിൻ്റെ ആക്രമണം അധികം ബാക്കിലൂടെ വരിക, മുന്നിൽ കൂടെ അല്ല. അങ്ങനെ നോക്കി അങ്ങനെ നടക്കുകയാണ്. കുറേയാണ് മുന്നിലെത്തിയപ്പം അതാ മുന്നിലൊരു ആന റോഡ് സൈഡിൽ. ഇനിയിപ്പോൾ മുന്നോട്ട് പോണ പന്തിയല്ല. ഞാനവിടെ നിന്നു, ആന അവിടെ നിന്നു. അങ്ങനെ ഒരു 1.5-2 മണിക്കൂറായി ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരു ഫോറസ്റ്റിൻ്റെ വണ്ടി വന്നു. ഞാൻ അവർക്ക് കൈ അടിച്ചു. തെണ്ടികൾ ആ വണ്ടി നിർത്തിയില്ല. ഞാൻ ഒരുവിധം അവൻ്റെ വാദന പേരുള്ള വാപ്പാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ദേഷ്യം കൊണ്ട്. ഒരു മനുഷ്യനെ കുടുങ്ങിയ സമയത്ത് കയ്യാനിക്കുന്ന സമയത്ത് ഇവരൊക്കെ എന്ത് ഓഫീസർമാരാ. ഒരു കയ്യാനിക്കിനെ കണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യനവിടെ റോഡ് സൈഡിൽ പോലെ കാണാക്കുക, മീൻ ചെയ്യാതെ പോയി. അങ്ങനെ പിന്നെ നിന്നു. കുറേ നേരം കഴിഞ്ഞു, എന്നിട്ടൊന്നും ആന പോകണില്ല. ലാസ്റ്റ് പിന്നെ എനിക്ക് കാല് കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്നു. പിന്നെ ആ റോഡ് സൈഡിൽ ചമ്രം പടിയിട്ടിരുന്നു. അങ്ങനെ നോക്കി. പിന്നെ എനിക്കൊരു ധൈര്യമൊക്കെ വന്നു. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ മാതിരി രോമൊക്കെ അങ്ങനെ കറക്റ്റ് മറ്റേ റിലയൻസിൻ്റെ ടവർ വെക്കണേലൊക്കെ ഉണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ്ട് നേരം വെളുപ്പിക്കണേനെ കാട്ടുന്നില്ല ആനൻ്റെ ചവിട്ടുകൊണ്ട് ചാകുന്ന. അങ്ങനെ ഒരു തോന്നലെനിക്ക്. എത്ര വെച്ചിട്ടപ്പോൾ ഒരു സാധനത്തിനെ പേടിച്ചിരിക്കുക. ഞാൻ നടന്നു, വരണോടത്ത് ചാടാൻ വിചാരിച്ചു. ഇങ്ങനെ നടന്നു. ആനൻ്റെ നേരെ എത്തി. ഞാനിങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ആന അവിടെ തന്നെ നിൽക്കും. ഇതെന്താന ഒരു മെയിലില്ലാതെ. അപ്പം ഞാൻ ആനൻ്റെ നേരെ തിരിഞ്ഞപ്പോഴും ആന അവിടെ പിന്നെ നമുക്കൊരു കുസൃതിയാണല്ലോ തോന്നുന്നത്. നേർക്ക് നേരെ കണ്ടില്ലേ. ഇനിയിപ്പോൾ ആന അങ്ങോട്ട് ഓടിച്ചാലും എന്തൊക്കെ എനിക്ക് എന്തായാലുമൊക്കെ ചെയ്യാൻ കഴിയുന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയൊക്കെ വന്നില്ല. അതിൻ്റെ ശത്രുവിനെ നേര് കണ്ടല്ലോ. നേര് കാണാത്ത ശത്രുവിനെ നമുക്ക് വല്ലാത്ത പേടിയില്ല. നേര് കണ്ടു കഴിഞ്ഞ് നേർക്ക് നേരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കണക്ക് എത്ര വലിയവനാണെങ്കിലും. ഞാൻ മൊബൈലിലെ ഇത് ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്ത് അടിച്ചു വെച്ചു. എനിക്ക് ഇന്നോട് തന്നെ പുച്ഛം തോന്നിപ്പോയി. അതൊരു ആനല്ലേ, ഇനി വലിയൊരു പാറക്കല്ലേ. ഇനി അതിനെ കണ്ടാണ് ഇപ്പോൾ 1.5-2 മണിക്കൂർ ഞാനവിടെ കുത്തനെന്ന്. ഞാൻ അവിടെ നിന്ന് ഇന്നെ പുച്ഛിച്ചൊരു പുച്ഛിക്കലുണ്ട്. ഒരു സംഭവം കഴിഞ്ഞത്. കുറേ റോട്ടുമ്പിൽ മലന്നെടുത്ത് ചിരിച്ച് കൂക്കി ഇന്നെ തന്നെ ഞാൻ തന്നെ ഒന്ന് കളിയാക്കി. ഇക്കാലത്തിൽ ഞാൻ എന്തായത്. അപ്പം അങ്ങനെ അതാണ് ഇഖ്ശഅറ വയുൽഹഖു ബിഹി. ഈ ഇഖ്ശഅറയോട് ചേർക്കപ്പെടും ഇസ്മഅസ്സ എന്ന ഫിഅലിനെ ചേർക്കപ്പെടും. അത് ഈ ഇസ്മഅസ്സയിൽ ശമസേ ഉള്ളൂ, ബാക്കിയൊക്കെ എക്സ്ട്രയാണ്. അതുപോലെ ഇത്മഅന്നയെയും ചേർക്കപ്പെടും. എന്താണ് പൊമന, അത്രേ ഉള്ളൂ, ബാക്കിയൊക്കെ എക്സ്ട്രാ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് സുലാസി മസീദ് ഫിഹിയാണ്, മറ്റത്
റുബാഇ മസീദ് ഫീഹിയാണ്. ഇഖ്ശാറിൻ്റെ അസ്ൽ മുജറദ് ഖശ്അറയാണ്. അപ്പോൾ അതിന് 4 അക്ഷരമുണ്ട്. ഫഹിയ ഇദൻ സലാസത്തു അബ്വാബ്. അപ്പോൾ ഇതെല്ലാം കൂടി മൊത്തത്തിൽ കൂട്ടി നോക്കുന്ന സമയത്ത് ഈ സന്ദർഭത്തിൽ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ സലാസത്തു അബ്വാബ് 3 ബാബുകളാണ്. അത്തഫഅലുൽ ഇഫ്ഇലാൽ ഇഫ്ഇലാൽ തഫഅല യതഫഅലു തഫഅലുൻ ഇഫ്അല യഫ്അലു ഇഫ്ഇലാൽ ഇഫ്അല യഫ്അലു ഇഫ്ഇലാൽ ഇഫ്അല യഫ്അലു ഇഫ്ഇലാൽ. ഇങ്ങനെയാണ് ഇതുള്ളത്. ഇനി ഫവായിദാണ്. ഇത് മറ്റു പല കിതാബുകളിലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഫവായിദ് വളരെ ശ്രദ്ധയോടുകൂടെ പഠിച്ച് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇന്ന അക്സറ ഇസ്തിഅമാലാത്തി അബ്നിയത്തിൽ അഫ്ആലിൽ മസീദത്തി സമാഇയത്തുൻ ലാ യുഖാസ് അലൈഹ. ഇന്ന അക്സറ ഇസ്തിഅമാലാത്തി അബ്നിയത്തിൽ അഫ്ആലിൽ മസീദത്തി, മസീദത്തായ ഫിഅലുകളുടെ രൂപങ്ങൾ, ആ രൂപങ്ങളുടെ ഉപയോഗങ്ങൾ അധികവും സമാഇയ്യത്തുൻ, അറബികളുടെ സംസാരത്തിൽ നിന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുന്നതാണ്. ലാ യുഖാസു അലൈഹ, അതിൻ്റെ മേൽ ഖിയാസാക്കപ്പെടൂല. അപ്പം ഒരു കെറുമ ഉണ്ട്, അതിനെ നമ്മൾ അഖ്റമ എന്നാക്കിയാൽ ബഹുമാനിച്ചു എന്ന് അർത്ഥം കിട്ടി. എന്നാൽ പിന്നെ വേറൊരു ലാസിമായ ഫിഅലുണ്ട്, അതിനെ നമ്മൾ അഫ്അല വസനിലാക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ ആ അർത്ഥം കിട്ടുമോ? അങ്ങനെ ഖിയാസാക്കിയായിട്ട് അർത്ഥം ഉണ്ടാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അറബികൾ ആ മുജറദിന് ഇങ്ങനെ ഒരു മസീദ് ഫീഹി ഉപയോഗിച്ചിട്ടുണ്ട്. ആ മസീദ് ഫീഹിക്ക് ഈ തഅദ്ദിയത്തിൻ്റെ ബഹുമാനിച്ചു എന്നൊരു മഫ്ഊലും ബിഹിയും ഫായിലും ഒക്കെ കൂടിയുള്ള ഒരർത്ഥം അതിന് അവർ നൽകിയിട്ടും ഉണ്ട്. എങ്കിലൊക്കെ, അല്ലെങ്കിൽ പറ്റൂല. ശരിയല്ലേ? വലാ യൽസമു ഫീ കുല്ലി മുജറദിൻ അൻ യുസ്തഅമല ലഹു മസീദ്. അതുപോലെ എല്ലാ മുജറദിലും ഒരു മസീദ് ഉപയോഗിക്കപ്പെടുക എന്നുള്ളതും നിർബന്ധമുള്ള സംഗതിയല്ല. ഒരു മുജറദ് ഉണ്ടെന്ന് വിചാരിച്ചാൽ മസീദ് ഉണ്ടായിക്കൊള്ളാം എന്നില്ല. വലാ ഫീ മുസ്തഅ്മില ലഹു ബഅ്ദുൽ മസീദാത്തി അൻ യുസ്തഅ്മല ഫീഹി അൽ ഖിസ്മുൽ ആഖർ. അതുപോലെ വലാ യൽസമു, ലാസിമാകൂല ഫീ മുസ്തഅ്മില ലഹു ബഅ്ദുൽ മസീദാത്ത്, ചില മസീദായ രൂപങ്ങൾ ആ മുജറദിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം കെറുമക്ക് അക്രമ, കറമ ഒക്കെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. നഖാറമ, തകാറമ ഇതൊക്കെ ഉപയോഗിക്കപ്പെട്ടോളന്നില്ല, ഉണ്ടാവാം, ഇല്ലാതിരിക്കും. അതുപോലെ ഈ വേറെ ഇസ്തക്രമ, ഇതൊന്നും കെറുമന്റെ മസീദ് ഫീഹിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടാവണമെന്നില്ല. ബലിൽ മദാറു ഫീ ദാലിക, പിന്നെ അവിടെയുള്ള മദാർ, അവിടെയുള്ള ഒരു അടിസ്ഥാന തത്വം, അതിപ്പോൾ എന്താണ്, ഏതിനാണ് നമ്മൾ അവലംബിക്കുക? അവിടെയുള്ള അവലംബം ഫീ ദാലിക അലാ കുതുബിൽ ലുഗത്തി, ലുഗത്തിൻ്റെ കിതാബുകളുടെ മേൽ ആണ്. അപ്പോൾ ലുഗത്തിൻ്റെ കിതാബുകൾ അത് പഠിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഏതൊക്കെയാണ് മുജറദ്, ഏതൊക്കെയാണ് മസീദ് ഫീഹി, ഒരു മുജറദിന് ഏതൊക്കെ മസീദ് ഫീഹി ഉണ്ട് എന്നൊക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ മഖായിസുൽ ലുഗ, അൽ മിസ്ബാഹ് ഇതുപോലെയുള്ള അറബി ഡിക്ഷണറികൾ പഠിക്കുക എന്നുള്ളതാണ്. അറബി ഡിക്ഷണറികൾ തലക്കൽ മുതൽ അവസാനം വരെ ഓതുന്ന പരിപാടികളൊക്കെ മുൻകാലത്ത് ഉണ്ടായിരുന്നു പണ്ഡിതന്മാർക്കിടയിൽ. ഇപ്പം ലിസാനുൽ അറബ് എന്ന ലോകപ്രസിദ്ധമായ ഡിക്ഷണറി ഇബ്നു മൻദൂറിൻ്റെ, ആ ഡിക്ഷണറി തലക്കൽ മുതൽ ഒടുക്കം വരെ ഓതിയ ആളുകളുണ്ട്, പഠിച്ച ആളുകളുണ്ട്, ഉസ്താദിൻ്റെ അടുത്ത് ഇരുന്ന് പഠിച്ച ആളുകളുണ്ട് ചരിത്രത്തിൽ. അപ്പം അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഏതൊക്കെ ഫിഅലിന് ഏതൊക്കെ മസീദ് ഉണ്ട്, ഏതൊക്കെ മസീദ് ഇല്ല, അതൊക്കെ നമുക്കപ്പം മനസ്സിലാവും. അത് ഒരു ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചില്ലെങ്കിലും സ്വന്തം നിലക്കെങ്കിലും വായിച്ച് പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അതല്ല, നമ്മളിനിപ്പോൾ ഒരു കിതാബിൽ ഒരു പദം വന്നു, ആ പദത്തിൻ്റെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഖാമുസുൽ മുഹീത്തോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ലിസാനുൽ അറബോ ഒക്കെ എടുത്ത് പരിശോധിച്ചു. ആ പരിശോധിക്കുന്ന സമയത്ത് ആ പദവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും മുഴുവനായിട്ട് വായിക്കുക. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ നമുക്ക് കിട്ടും. അതിങ്ങോട്ട് നമ്മൾ ആ പഠിക്കുന്ന ഏത് കിതാബിൽ അർത്ഥം കിട്ടായിട്ടാണ് എങ്കിൽ ആ കിതാബിൻ്റെ സൈഡിലെങ്കിലും അത് എഴുതി കൊടുക്കുക, ആ ചർച്ച ഒന്ന് ഷോർട്ടായിട്ട്. അപ്പോൾ ഒന്ന് കണ്ടു, ഒന്ന് എഴുതി, അപ്പോൾ നമ്മളെ തലയിൽ കുറച്ചേ നിൽക്കും. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ആ കിതാബ് നമ്മൾ എടുത്ത് വായിക്കുന്ന സമയത്ത് ആ ചർച്ച നമ്മൾ കാണും, വായിച്ചു നോക്കും. അങ്ങനെ ഒക്കെ നമുക്കത് നമ്മളെ ഹെഡിൽ മെമ്മറിയിൽ നിർത്താൻ പറ്റും. ഇത് ഭാഷ പഠിക്കുക, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കുള്ള പരിപാടിയാണ്. പിന്നത് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പുസ്തക വായന ഇങ്ങനെ അധികരിപ്പിക്കുമ്പോൾ പദസമ്പത്ത് ഇങ്ങനെ കൂടി വരും. അപ്പോൾ നമ്മൾ അറിയാത്ത, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തൊരു മസീദ് ഫീഹി ഒരു മുജറദിന് വേറെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ഉപയോഗിച്ച് കാണാം. അപ്പോൾ ഇത് അറബി
ആ പദം മൂപ്പര് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അതിന് ഇങ്ങനെ ഒരു മസീദ് ഫീഹിം അങ്ങനെ കിട്ടും. അപ്പം വായനയിൽ നിന്നാണ് ഇതൊക്കെ കിട്ടുക. ഇന്ന ജശല, ഇപ്പം ജശല എന്ന ഫിഅല് മസലൻ ഉദാഹരണമായിട്ട് എടുക്കുക. ബിമഅന ഇൽതഫ, ഇൽതഫ എന്നാണ് അതിൻ്റെ മഅന. ലാ യുസ്തഅമലു ലഹുൽ മസീദ്, അതിന് മസീദ് ഉപയോഗിക്കപ്പെടുകയില്ല. ഇൽതഫ എന്ന് പറഞ്ഞാൽ ചുറ്റി എന്നൊക്കെയാണ് അർത്ഥം. ദരിബ എന്ന ഫിഅൽ ലാ യുസ്തഅമലു ലഹു മിനൽ മസീദാത്തി സിവാ ദറബ വ അദ്റബ. ദരിബ എന്ന ഫിഅലിന് ദറബ അദ്റബ ഇങ്ങനെ രണ്ട് മസീദേ ഉള്ളൂ. ഇസ്തദ്റബ, തദാറബ, ദാറബ ഇതൊന്നുമില്ല. അറബികൾ അത് ഉപയോഗിച്ചിട്ടില്ല. വഖദ് യുമാത്തുൽ മുജറദ് അഹ്യാനൻ, ചിലപ്പം ഈ മുജറദ് അത് മരിപ്പിക്കപ്പെടും. അതായത് ഉപയോഗിക്കാതെ അറബികൾ അത് തീരെ ഉപയോഗിക്കാതാക്കും. വയുഖ്തസറു ഫിൽ ഇസ്തിഅമാലി അലൽ മസീദി, മസീദിന്റെ മേലിൽ മാത്രമായിട്ട് ഭാഷയിലെ ഉപയോഗം ചുരുക്കപ്പെടുകയും ചെയ്യും. മിസ്ൽ അർസല, അർസലന്റെ മുജറദ് റസല. ആർക്കെങ്കിലും അറിയും? റസല സാധാരണഗതിയിൽ റസല ഉപയോഗത്തിലില്ല. പക്ഷെ അർസലുണ്ട്. വല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, ഇങ്ങനെ വിശുദ്ധ ഖുർആൻ തന്നെ അർസല പ്രയോഗിച്ചിട്ടുണ്ട്. ബിമഅന ബഅസ, നിയോഗിച്ചു എന്നാണ് അർസലന്റെ അർത്ഥം. ഫലാ യുഖാലു റസല ബിഹാദൽ മഅന, ഈ മഅനക്ക് റസല പറയപ്പെടൂല. ഫഖദ് യകൂനു ലിൽ മസീദി മഅനൻ, ഇനി അടുത്ത പോയിന്റ്, മസീദിനൊരു അർത്ഥം ഉണ്ടാവും. വലി മുജറദിഹി മഅനൻ ആഖർ, അതുപോലെ അതിന്റെ മുജറദിന് വേറൊരു അർത്ഥവും ഉണ്ടാവുക. എങ്ങനത്തെ മഅന? ബഈദുൻ അൻഹു, അതിനെ തൊട്ട് വളരെ വിദൂരമായി ഒരു സാദൃശ്യം ഇല്ലാത്തൊരർത്ഥമാണ് മുജറദിനുണ്ടാകുക. മസീദിന് വേറൊരു അർത്ഥം ഉണ്ടാകുക. ബഈദുൻ അൻഹു കുല്ലൽ ബഈദുൻ വലി മുജറദിഹി മഅനൻ ആഖറു, ബഈദുൻ അൻഹു കുല്ലൽ ബഅദി, എല്ലാ നിലക്കും വിദൂരത്തായ ഒരു ബന്ധമില്ലാത്തൊരർത്ഥമാണ് അതിൻ്റെ മുജറദിനുണ്ടാവുക. ഏതുപോലെ? ഫസ്തഹ്ജറ, ഉദാഹരണം ഇസ്തഹ്ജറ എന്ന ഫിഅല്. ഇസ്തഹ്ജറ തീനു എന്ന് പറഞ്ഞാൽ സ്വാറ ഹജറൻ എന്നാണ് അർത്ഥം. മണ്ണ് കല്ലായി മാറി, മണ്ണ് ഉറച്ച് കല്ലായി മാറി എന്നർത്ഥം. അതായത് ഇപ്പോൾ നമ്മൾ കർണാടക ഭാഗങ്ങളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യേക തരം മണ്ണാണ്. കർണാടകയിൽ ആറുളി ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തമിഴ്നാട്ടിലെ മധുരയിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഉള്ള മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അയ്യാതി മണ്ണാണ്. ചവിട്ടിയാണ് ഒരു പോക്ക്. ചരലിൻ്റെ അംശം തീരല്ല, കല്ലിൻ്റെ അംശം തീരല്ല ആ മണ്ണിൽ. അവിടെ നിന്ന് ചവിട്ടിയാണ് പോകും. എന്നിട്ട് ഞങ്ങൾ ആ ചെളിയിലൊക്കെ ഇട്ടാണ്ടിട്ടാണ് വലിയ ടൺ കണക്കിന് വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ആ ചെളിയിൽ കൂടെയാണ് തോള് കുത്തിയാണ് തോളിൽ വെച്ചാണ് കൊണ്ടുവരിക. ഒരുപാട് ആളുകൾ, ഒരാളെ ചവിട്ട് മിസ്സായാൽ ബാക്കിയുള്ളവൻ്റെ ഊര മുഴുവൻ പൊളിഞ്ഞു. ചെളിയിൽ കൂടെയാണ് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പം ചിലപ്പോഴൊക്കെ ഞങ്ങൾ ആ ചളിയിലിട്ടാണ്ട് വലിക്കും, ലേശം പൊക്കി വെച്ച് കണ്ടിട്ട് ഇതിങ്ങനെ വലിക്കും. ഒരു ടീം വലിക്കാൻ, ഒരു ടീം അത് പൊക്കി നിർത്താൻ, ഇങ്ങനെയാണ് ഞങ്ങളിത് കൊണ്ടുവരിക. അപ്പം എന്താ പറയുക, അരക്കെ കണ്ട് ഈ മണ്ണിലാണ്ട് പൂണ്ടുപോകും. ഇതേ മണ്ണ് ആ മഴ കണ്ട് പോയിട്ടാണ്ട് ഉറച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി ഷൂ കൊണ്ട് തട്ടിയാൽ പോലും ആ മണ്ണ് പൊളിഞ്ഞു പോരില്ല, അവിടെ നിൽക്കും. വെറും കാലം കൊണ്ടൊക്കെ ആ മണ്ണുമ്മൽ നമ്മൾ തട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ കാല് പൊളിഞ്ഞു പോകും. സേഫ്റ്റി ഷൂവിൻ്റെ ഫ്രണ്ടിൽ ഇരുമ്പിൻ്റെ കോട്ടിങ് ഉണ്ടാവും. അതുകൊണ്ടിട്ടാണ്ട് നല്ല പവറിൽ കിക്ക് ചെയ്താൽ പോലും ആ മണ്ണ് മറ്റേ നമ്മൾ തന്നെ ചവിട്ടി കുച്ചിണ്ടാക്കിയ ഉണ്ടൊക്കെ ഉണ്ടാവുമല്ലോ, മണ്ണിൻ്റെ ഉണ്ട അങ്ങനെ പൊന്തി വന്നിട്ടുണ്ടാവുമല്ലോ, അതിന് സേഫ്റ്റി ഷൂട്ടാണ്ട് ആയിട്ടിക്കും ഞങ്ങൾ പൊട്ടൂല. അത്രയും നമ്മൾ ചൂളൊക്കെ വെച്ച ഇഷ്ടിക പോലെയുള്ള പവർ ഉണ്ടാവും ആ മണ്ണിന്. അതാണ് ഇസ്തഹ്ജറ തീനു എന്ന് പറഞ്ഞാൽ മണ്ണ് കല്ലായി മാറി എന്ന് പറഞ്ഞു ഒരു അർത്ഥം. അമ്മൽ മുജറദു, ഈ ഇസ്തഹ്ജറതിന്റെ മുജറദ് എന്താണ്? ഹജറ എന്നാണ്. ഹജറ അലൈഹി ഹജ്റൻ എന്ന് പറഞ്ഞാൽ മനഅ എന്നാണ് അർത്ഥം, തടഞ്ഞു എന്നാണ് അർത്ഥം. ഹജ്റു ചെയ്തു, തടഞ്ഞു എന്നാണ് അർത്ഥം. അപ്പൊ ഈ തടഞ്ഞു എന്നർത്ഥവും കല്ല് മണ്ണായി എന്ന അർത്ഥവും തമ്മിൽ വല്ല ബന്ധമുണ്ടാവും. കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലെ. കടലാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അതൊരു സസ്യം ആണ്. കടൽ എന്ന് പറഞ്ഞ വേറൊരു സാധനമാണ്. കരയിലുണ്ടാവുന്ന ഒരു സസ്യത്തിന്റെ പേരാണ് കടലാടി. ഈ കടലാടിയും കടലും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്നതുപോലെയാണ് ഇസ്തഹ്ജറയും ഹജറയും തമ്മിൽ.
ഒന്ന് ഈ ഇസ്തഹജറിന്റെ മുജറദ് ഏതാണെന്ന് വെച്ചാൽ ഹജറാണ്. പക്ഷെ ഹജറിന്റെ അർത്ഥം ഇസ്തഹജറിന്റെ അർത്ഥം തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പൊ ഈ 3 പോയിന്റ്സ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അധിക മുസ്ലിയാക്കന്മാർക്കും അറിയാത്ത 3 പോയിന്റാണിത്. അസ്ഇലത്തുൻ കം ഹിയ അബ്വാബു സുലാസിയിൽ മസീദ് ഫീഹി. സുലാസി മസീദ് ഫീഹിന്റെ അബ്വാബുകൾ അത് എത്ര എണ്ണാണ്? ഉദ്കുർ മാ കാന മാദിഹി അല 4 അഹ്റുഫിൻ ഔ അല 5 അഹ്റുഫിൻ ഔ അല 6 അഹ്റുഫിൻ. മാദി 4 അക്ഷരം ഉള്ളത്, മാദി 5 അക്ഷരം ഉള്ളത്, മാദി 6 അക്ഷരം ഉള്ളത് ഒക്കെ പറയണം. കം ഹിയ അബ്വാബു റുബാഇയിൽ മസീദ് ഫീഹി. റുബാഇ മസീദ് ഫീഹിന്റെ അബ്വാബുകൾ അത് എത്ര എണ്ണാണ്? അതൊന്ന് പറയണം. മൽ ഫർഖു ബൈന സീഗത്തി ഇഖ്അൻസസ വ ഇഹ്റൻജമ. ഇഖ്അൻസസ എന്ന സീഗയും ഇഹ്റൻജമ എന്ന സീഗയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ വിശദീകരിച്ചു തന്നെന്ന് അത് നിങ്ങൾ പറയണം. മൽ ഫർഖു ബൈന സീഗത്തി ഇശ്മഅസ്സ വ ഖശഅറ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഹൽ യൽസമു ഫീ കുല്ലി ഫിഅലിൻ മുജറദിൻ അൻ യുസ്തഅമല ലഹു മസീദുൻ ഫീഹി. എല്ലാ മുജറദായ ഫിഅലിനും മസീദുൻ ഫീഹി ഉപയോഗിക്കപ്പെടുവോ? ഉപയോഗിക്കപ്പെടൂല. അപ്പം ഇതൊരു മസലൽ ഇദാലിക്. അതിനൊരു ഉദാഹരണം, ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ സ്വന്തം വാക്ക് വല്ല ഉദാഹരണം കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കി. ഇനി തമാരീൻ ഉക്തുബ് അബ്വാബ ഹാദിഹിൽ അഫ്ആൽ. ഈ ഫിഅലുകളുടെ അബ്വാബ് പറയാൻ. അഖ്റജ, ഖലഖ, യുഅദ്ദിബു, യുഖ്ഫി, ഇൻഫതറ, ഇൻഷഖ, ബുഅസിറ, ഇസ്തഗ്ഫറ, ഇസ്തംതഅ, തവക്കല, ഇഖ്ലൗലഖ, യജ്ലവിദു, ഇശ്മഅസ്സ, ഇഖ്ശഅറ. ഇതിൻ്റെ ഒക്കെ എന്ത് പറയാന്? അബ്വാബുകൾ ഏതൊക്കെയെന്ന് പറയാൻ. ഉദ്കുർ ഔസാൻ അൽ അഫ്ആലി താലിയ സുമ്മ അയ്യിനിൽ മുജറദ വൽ മസീദ ഫിഹ. ഇംതനഅ, അദ്ദബ, തഅത്തഫ, സബറ, തനാസറ, സല്ലമ, ഇസ്വദ്ദ, ഇസ്തർഹമ, അൻസല, റാബത, മലക, അറദ, ഇൽതഫത, ഇക്തസബ, ഫറജ, ഹസ്ഹസ, തബഅസറ, ജമഅ. ഇതിൻ്റെ ഒക്കെ മുജറദും മസീദ് ഫീഹിയും വേർതിരിക്കാൻ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇതിൻ്റെ മുജറദിൻ്റെ അർത്ഥം മസീദ് ഫീഹിൻ്റെ ഈ അർത്ഥം അതും അതിൻ്റെ കൂടുതൽ എഴുതണം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞമായത്തെ സാധനം പെടാൻ ചാൻസ് ഉണ്ട്. ഇനി അർജിഇൽ അഫ്ആൽ അൽ മസീദ ഇല ഉസൂലിഹ. താഴെ വരുന്ന ഫിഅലുകളെ മുജറദിലേക്ക് മടക്കണം. ഇസ്തക്സബ, ഇൻസറഫ, ഇക്തസബ, ഇൻഖതഅ, തവാഅദ, തഹാജറ, തഹാജമ, സാഫഹ, നാദറ, തഖദ്ദമ, തകബ്ബറ, തദഹ്റജ, തവഹമ, ഇത്മഅന്ന. ഇതിൻ്റെ മുജറദ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ മുജറദിൻ്റെ അർത്ഥം മസീദ് ഫീഹിൻ്റെ അർത്ഥം വേറിട്ട് എഴുതുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ മുജറദ് മസീദ് ഫീഹിം തമ്മിലൊരു ബന്ധമില്ലാത്ത സാധനമൊക്കെ കിട്ടിയാലോ. ഇനി യുദ്രിബ് ലികുല്ലി നൗഇൻ മിനൽ അഫ്ആലി താലിയ സലാസത അംസില. الفعل الثلاثي المجرد، الفعل الرباعي المجرد، الفعل الثلاثي المزيد فيه، الفعل الرباعي المزيد فيه. ഒരു 3 ഉദാഹരണം ഇതിന് ഓരോന്നിനും എഴുതാൻ. ഇത്ര എഴുതി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പഠിപ്പിച്ചത് നിങ്ങളെ തലേ കയറി എന്നാണ് അർത്ഥം. ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.